സ്മൃതി, തീർച്ചയായും കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിൽ കേതൽ കുറ്റം സമ്മതിച്ചിരുന്നു. എങ്കിലും കൊലപാതക കാരണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് കേതൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിരുന്നത്. എന്തിന് ഈ കൃത്യം നിർവഹിച്ചു എന്നതിൽ കൃത്യമായൊരു മറുപടി കേതൽ നൽകിയിരുന്നില്ല. അതേസമയം തന്നെ കേതലിന്റെ പശ്ചാത്തലവും മറ്റും പരിശോധിച്ചതിൽ നിന്ന് കേതൽ സാത്താൻ സേവ പോലുള്ള കാര്യങ്ങളിൽ തൽപരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ 4 കൊലപാതകങ്ങൾ നടത്തിയതെന്ന ഒരു ഉത്തരവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ പല ചോദ്യങ്ങൾക്കായി നൽകുന്നുണ്ട്. അതായത് കൃത്യം നിർവഹിച്ചത് എന്തിന് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധൻ മോഹൻ റോയിയെ കൂടി ഈ ചോദ്യം ചെയ്യലിനായി എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് IG, ADGP ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം കമ്മീഷൻ ഓഫീസിൽ എത്തും. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതുമായി കൃത്യം നിർവഹിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം. അതിന്റെ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊലപാതകങ്ങൾ നടത്തിയത് ഒരേ ദിവസം തന്നെയാണെന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന മൊഴി. എന്നാൽ എത്ര നാൾ മുൻപാണ് ഇത് ആസൂത്രണം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടാതെ ഈ കേതൽ എന്നയാൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കമ്പ്യൂട്ടർ പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഈ പഠനം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തെത്തിയ കേതൽ 4 വർഷത്തിലധികമായി ഇത്തരത്തിൽ വീഡിയോ ഗെയിം പ്രോഗ്രാമിംഗ് ഉൾപ്പെടെ ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ യുദ്ധസമാനമായ രംഗങ്ങൾ വീഡിയോ ഗെയിമിൽ ചിത്രീകരിക്കുന്ന ഉൾപ്പെടെയായിരുന്നു കേതലിന്റെ പ്രധാന താല്പര്യം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കേതലുമായി ബന്ധപ്പെട്ട് പ്രതി കേതലിന് മാനസിക അസ്വസ്ഥ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാളെ ചോദ്യം ചെയ്യാനായി പോലീസ്